അയ്യോ, ഇന്ന് ശ്രീഭാഗ്യയുടെ ബർത്ത്ഡേ ആണേ. പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. ഇന്നലെ രാത്രി 10 മണിയായപ്പോൾ തുടങ്ങിയ ഛർദിലാണ് ശ്രീഭാഗ്യയ്ക്ക്. 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് ഹോസ്പിറ്റലിൽ നിൽക്കുകയായിരുന്നു ഞങ്ങൾ. അവിടുന്ന് പിന്നെ ടാബ്ലറ്റും ORSും ഒക്കെ തന്നു കേട്ടോ. വീട്ടിൽ വന്ന് അതൊക്കെ കൊടുത്ത് കിടത്തി. പിന്നെ 1-2 വട്ടം കൂടെ ഛർദ്ദിച്ചിട്ട് പിന്നെ അങ്ങ് കിടന്ന് ഉറങ്ങി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീനിധിക്ക് തുടങ്ങി. പിന്നെ അവൾക്ക് ഇതിൽ നിന്ന് തന്നെ കുറച്ച് മരുന്നൊക്കെ എടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് അവളും പിന്നെ അങ്ങ് കിടന്ന് ഉറങ്ങി. 2-3 വട്ടം ഛർദ്ദിച്ചിട്ട്. എന്ത് പറ്റിയെന്ന് ഒരു പിടിയില്ല. ഫുഡിൻ്റെ ആണോ എന്താണോ എന്തോ അറിഞ്ഞൂടാ. പിന്നെ രാവിലെ ആയപ്പോൾ സ്കൂളിലൊന്നും വിട്ടില്ല കേട്ടോ. ഇന്നലത്തെ ഉറക്കവും ശരിയായില്ല, പിന്നെ ഛർദിലിൻ്റെ ക്ഷീണവും ഒക്കെ ആയിട്ട് അങ്ങനെ കേക്കൊന്നും വാങ്ങണില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. കേക്കൊക്കെ വാങ്ങിച്ച് അത് കണ്ടപ്പോഴത്തേക്ക് അവൾ ഭയങ്കരമായിട്ട് അങ്ങ് സർപ്രൈസായി കേട്ടോ. പിന്നെ ശ്രീനിധി ആണെങ്കിൽ നേരത്തെ തന്നെ അവൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ അവൾ പോക്കറ്റ് മണിയിൽ നിന്നൊക്കെ എടുത്ത് വാങ്ങിച്ച് വച്ചിട്ടുണ്ടായിരുന്നേ. പെട്ടെന്ന് കേക്കും ശ്രീ ചേച്ചിയുടെ ഒക്കെ ഗിഫ്റ്റും ഒക്കെ കണ്ടപ്പോൾ അവൾ ഭയങ്കരമായിട്ട് അങ്ങ് സർപ്രൈസായി കേട്ടോ. അവൾക്ക് എപ്പോഴും എവിടെ കടയിൽ പോയിരുന്നാലും വാങ്ങണമെന്ന് പറയുന്ന ബലൂണും പെൻസിലും പിന്നെ ഒരു മാലയൊക്കെയാണ് അവൾ വാങ്ങിച്ച് വെച്ചിരുന്നത് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷമായി. ഇതൊക്കെ എന്താ എൻ്റെ അടുത്ത് നേരത്തെ പറയാത്തത്, ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് സർപ്രൈസായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ഓരോന്ന് ചെയ്യുന്നത്, ഓരോന്നൊക്കെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. വിചാരിക്കാതിരുന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് കിട്ടിയപ്പോഴത്തേക്ക് ശ്രീഭാഗ്യ ഭയങ്കരമായിട്ട് അങ്ങ് ഹാപ്പിയായി കേട്ടോ. എല്ലാമൊക്കെ എടുത്ത് നോക്കി. കുറേ ബലൂണുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ആകെപ്പാടെ അങ്ങ് എന്തോ പോലെ അങ്ങ് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ഇതുണ്ടല്ലോ, അങ്ങനെ അങ്ങ് ആയിപ്പോയി. കുറേ ബലൂണൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബലൂണ്. പിന്നെ എന്താ അതിനകത്തുള്ള മാല കണ്ടപ്പോഴത്തേക്ക് പിന്നെ അതിനെ ഉടനെ ഇട്ട് നോക്കണമെന്നായി. പിന്നെ ഉടനെ തന്നെ അതിനെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഇഷ്ടപ്പെട്ടു ആളിന് ഭയങ്കരമായിട്ട് മാലയും ബലൂണും ഒക്കെ കണ്ടപ്പോഴത്തേക്ക്. അങ്ങനെ പിന്നെ ഇത്തവണത്തെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ ശ്രീഭാഗ്യയുടെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ അങ്ങ് ഇതുപോലെ അങ്ങ് കഴിഞ്ഞു കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ. അല്ലാതെ ഭയങ്കര ആഘോഷമായിട്ടൊന്നുമില്ല. വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു കേക്ക് കട്ട് ചെയ്യും, പിന്നെ എന്തെങ്കിലും പായസമോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കും. അത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷമൊക്കെ.